ഹായ് ഹലോ നമസ്കാരം. 1970-കളിൽ യുവാക്കളുടെ ഹരമായിരുന്ന വണ്ടിയായിരുന്നു യെസ്ഡി. അതായത് ഐഡിയൽ ജാവ നിർമ്മിച്ച് വിറ്റുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു യെസ്ഡിയുടെ ഓയിൽ കിങ്ങും റോഡ് കിങ്ങും. ഈ ഓയിൽ കിങ്ങിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ പെട്രോളും ഓയിലും കൂടി മിക്സ് ചെയ്ത് ടാങ്കിൽ വയ്ക്കുന്ന മാറിയിട്ട് സൈഡിൽ സെപ്പറേറ്റ് ഓയിൽ ടാങ്ക് വന്നു എന്നുള്ളത് ഈ ഒരു യെസ്ഡി ഓയിൽ കിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ അത് അധികമൊന്നും വിജയിച്ചൊന്നുമില്ല. അവിടെ അങ്ങോട്ട് റോഡ് കിങ് വന്നു. ഇതിപ്പോൾ 2022 പുതിയൊരു ബ്രാൻഡായിട്ട് യെസ്ഡി വന്നേക്കാണ്. അതായത് യെസ്ഡിയുടെ 3 വണ്ടികൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ക്രാംബ്ലറാണ് നമ്മുടെ കൂടെ. ഈ സ്ക്രാംബ്ലർ എന്ന് പറയുമ്പോൾ ഈസി ടു യൂസ്, റെട്രോ ലുക്കുള്ള പഴയ രൂപമുള്ള പുതിയ വണ്ടി എന്നൊക്കെ പറയാം. അതായത് ടെക്നോളജിക്കലി പുതിയതും എന്നാൽ കാഴ്ചയ്ക്ക് റെട്രോ ലുക്കുള്ള ഈസി ടു യൂസ് ആയിട്ട് വണ്ടിയാണ്. ഓഫ് റോഡ് മോഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രാംബ്ലറുണ്ട്. എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം നമുക്ക് സ്ക്രാംബ്ലറിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രൂപം തന്നെയാണ്. അതായത് റെട്രോ ലുക്കുള്ള സിമ്പിൾ ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു വലിയ വണ്ടി എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് മാത്രമല്ല യൂസ് ചെയ്യാൻ നല്ല വലുപ്പമുള്ള വണ്ടി തന്നെയാണ് സ്ക്രാംബ്ലർ. ഇപ്പോൾ വലിയ വീല് കാണാം. അതായത് 100-140 പ്രൊഫൈലാണ് വീൽ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ 100ഉം ബാക്കിൽ 140ഉം. വലിയ ഡിസ്ക് ബ്രേക്ക് കാണാം. ആ ഒരു ബൈബറിൻ്റെ ബ്രേക്ക് കാലിപ്പർ ഉണ്ട്. വലിയ ഫോർക്കാണ് ഇത്. അപ്സൈഡ് ഡൗൺ എന്നല്ല, സാധാ ഫോർക്ക് തന്നെയാണ്. അതിനിരുവശത്തും ആ ഒരു റിഫ്ലക്ടർ ഉണ്ട്. ഇപ്പോൾ റെട്രോ ലുക്ക് എന്ന് പറയുമ്പോൾ സ്പോക്ക് വീൽസ് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് സ്പോക്ക് വീൽസാണ്. കൂടാതെ ഈ റബ്ബറിൻ്റെ ബൂട്ട് കണ്ടോ, ഇതൊക്കെ പഴമയാണ്. ഈ ഒരു പീസ് എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. കാരണം ഫങ്ഷണലി ഒരു മഡ്ഗാർഡ് ഇവിടെ തന്നെ കാണാം. ഇനി ഹെഡ്ലാമ്പിന് ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിനുള്ളിൽ LED ആണ് ഹെഡ്ലാമ്പ് എന്ന് കാണാം. കൂടാതെ DRL കൂടിയുണ്ട്. അപ്പോൾ പറയണമെന്നൊരു കാര്യം, ഈ ഒരു ഹെഡ്ലാമ്പിനുള്ള ആ ഒരു യെസ്ഡിയുടെ ലോഗോ എന്ന് പറയുന്നത് മനോഹരമായി തന്നെ ഇൻ്റഗ്രേറ്റ് ഉണ്ട്. കൂടാതെ ഒരു വൈസർ കൂടി കൊടുത്തിട്ടുണ്ട്. വൈസർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഗ്ലാസ് പീസാണ്, എന്നാലും മനോഹരമാണത്. അപ്പോൾ മൊത്തത്തിൽ മുൻവശം തികച്ചും മനോഹരമാണെന്ന് പറയേണ്ടതുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെട്രോ ബൈക്കാണ് ഈ ഒരു സ്ക്രാംബ്ലർ. ഇനി ഹാൻഡിൽ ബാറിനുണ്ട്. ഹാൻഡിൽ ബാറിനും യെസ്ഡിയുടെ ലോഗോ ഉണ്ട്. കൂടാതെ വലിയ വെയിറ്റുകളൊക്കെ തന്നെ കാണാം. അപ്പോൾ ആ ഒരു മിററുകളൊക്കെ തന്നെ റെട്രോ ലുക്ക് വിളിച്ചു പോകുന്നുണ്ട്. കൂടാതെ ടാങ്കിൻ്റെ ആ ഒരു സൈഡിൽ കൊടുത്തുള്ള ആ ഒരു പ്ലാസ്റ്റിക് പീസിലും ആ യെസ്ഡിയുടെ ലോഗോ കാണാം. വലിയ ടാങ്കാണ്, 12 ലിറ്ററോളം ഫ്യൂൽ കപ്പാസിറ്റി ഉള്ള ടാങ്കാണത്. കൂടാതെ ആ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ കാണാം. ഈ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 29.10 PS, 28.20 Nm. കൂടാതെ 334 cc ആണ് എൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണത്. കൂടാതെ ഡ്യുവൽ ചാനൽ ABS കൂടി ഉണ്ട്. ഇപ്പോൾ സിംഗിൾ സിലിണ്ടറാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. പക്ഷേ 2 സൈലൻസറുകളുണ്ട്. അപ്പോൾ റെട്രോ ലുക്കിന് വേണ്ടി ആ ഒരു കാര്യം സാധൂകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജാവ 42ൻ്റെ എങ്ങാണ്ട് വീഡിയോയിൽ പറഞ്ഞു 2 സൈലൻസ് ആവശ്യമില്ലാണെന്ന്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇത് ആവശ്യമുണ്ട്. അതായത് ഈ കാഴ്ചയ്ക്ക് മനോഹരമായ ഒരു കാര്യമായിട്ട് ഈ ഒരു എക്സോസ്റ്റ് പൈപ്പുകളെ കാണാം. ഈ ഫുഡ് പെക്സും ഈ ഒരു ബ്രേക്ക് പെഡലൊക്കെ തന്നെ ഒരു ഓഫ് റോഡ് വണ്ടിയാണെന്നുള്ളത് വിളിച്ചു പോകുന്നുണ്ട്. കൂടാതെ ഈ ഒരു സൈലൻസ് പൈപ്പിൻ്റെ മുകളിൽ കൊടുത്തുള്ള പ്ലേറ്റിംഗ് ആണല്ലേ, ഇതൊക്കെ തന്നെ റെട്രോ ലുക്കിനെ കൂടുതലായിട്ട് സാധൂകരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു റെട്രോ ലുക്ക്, അതായത് സിമ്പിൾ ഈസി ടു യൂസ് ആൻഡ് റെട്രോ ലുക്ക്, പക്ഷേ പുതിയ ടെക്നോളജി എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ കാര്യമായിട്ട് ഈ ഒരു സ്ക്രാംബ്ലർ കാണാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ സ്ക്രാംബ്ലർ എന്നുള്ള ഗ്രാഫിക്സ് കാണാം. കൂടാതെ ഈ യെസ്ഡിയുടെ ലോഗോ കാണാം. ഈ യെസ്ഡിയുടെ ലോഗോയിനകത്ത് ലെജൻഡറി യെസ്ഡി എന്നുള്ള ആ ഒരു ലെറ്ററിങ് കണ്ടില്ലേ. അപ്പോൾ ഈ യെസ്ഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലെഗസി കൂടിയാണ്. ലെഗസി എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു സ്ക്രാംബ്ലർ ബൈക്കിൻ്റെ കാര്യത്തിൽ തികച്ചും കാര്യമായിട്ട് തന്നെ കാണാം. അപ്പോൾ 3 വണ്ടികളിൽ ഏത് ആദ്യം വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് സ്ക്രാംബ്ലറിൽ തുടങ്ങാമെന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ലുക്ക് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതിന് കാര്യമായിട്ട് ആ ഒരു ടാങ്കിൻ്റെ ഡിസൈനും കൂടെ സീറ്റിൻ്റെ ഈ ഡിസൈനും പറയാം. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ പഴമ വിളിച്ചു പോകുന്ന സീറ്റാണ്. ഈ സീറ്റിലേക്ക് നല്ല കംഫർട്ടബിളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് സീറ്റിന് കാണാം. പിന്നിൽ ഡിസ്ക് ബ്രേക്ക് കാണാം. കൂടാതെ ആ ഒരു സ്പോക്ക് വീലുണ്ടല്ലേ, 140 പ്രൊഫൈൽ ശരിക്കും നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് ഈ വണ്ടിക്കകത്ത്. അതായത് മികച്ച ഒരു കോമ്പിനേഷനാണ് ഈ ടയർ വീലിൻ്റെ എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇനി ഗ്യാസ് ഫില്ലായിട്ടുള്ള ഷോക്ക് അബ്സോർവറാണ് 2 ഉണ്ട്, മോണോ അല്ല. അതായത് ഡ്യുവൽ ഷോക്ക് അബ്സോർവറാണ്. കൂടാതെ വലിയ ആ ഒരു സ്വിങ്ങാമും, അതായത് ആ ഒരു സ്പോക്ക് വീലും അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക് ബ്രേക്ക് കോമ്പിനേഷനും കാണാം. ഇത് ഷോർട്ട് വീൽ ബേസുള്ള ബൈക്കാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ഓഫ് റോഡൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓഫ് റോഡ് ചെയ്തിട്ടില്ല. ഓഫ് റോഡ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഈ സ്ക്രാംബ്ലറിൻ്റെ പിന്നിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മെറ്റൽ പീസിലാണ് ആ ഒരു ചെറിയ ടെയിൽ ലാമ്പ് 2 ഇൻഡിക്കേറ്റർ ഉള്ളത്. കാണാൻ മനോഹരമായിട്ടുള്ള ഡിസൈനായിട്ട് പറയാം. കൂടാതെ ഈ ഒരു കരിയർ പോലുള്ള ഭാഗം പോലുള്ള എന്നേ പറയുന്നുള്ളൂ. കാരണം വലിപ്പമൊന്നുമില്ല, യൂസബിലിറ്റി കുറവായിരിക്കും, പക്ഷേ കാണാനാണ് ഭംഗി. അതിന് മുകളിൽ യെസ്ഡിയുടെ ലോഗോ ഉണ്ട്. കൂടാതെ ഒരു ഹാൻഡിൽ കൂടി കാണാം. ഇനി ഇവിടെ ആ ഒരു ഹാങ്ങറോ ഫ്ലാപ്പോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ചെളി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു വീൽ ഹഗർ കൂടി ഈ ഒരു യെസ്ഡിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഹെഡ്ലാമ്പും അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്ററുകളൊന്ന് വിശദമായി തന്നെ കാണിക്കാം. അപ്പോൾ സിംഗിൾ ടോൺ, ഡ്യുവൽ ടോൺ മോഡലുകളിൽ വണ്ടി ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡ്യുവൽ ടോൺ കാണാൻ കൂടുതൽ ഭംഗി. അപ്പോൾ 2,10,000 രൂപയോളമാണ് എൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാട്ടർ കൂളറിൻ്റെ ഒരു ഓപ്പണിംഗ് കണ്ടില്ലേ. ഇനി ഒരു ചെറിയ
ക്രാഷ് ഗാർഡ് കൂടിയുണ്ട്. അതിൻ്റെ മുകളിൽ ആ ഹോൾഡർ കൊടുത്തത്, അതായത് എക്സ്ട്രാ ഫോഗ് ലാമ്പ് വെക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. ഇപ്പോൾ ആക്സറീസൊക്കെ തന്നെ ലഭ്യമാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ഭംഗി മാത്രമല്ല യൂസബിലിറ്റി ഉണ്ടെന്ന് കാണാം. അതായത് താഴെയായിട്ട് ആ ഒരു സ്കിഡ് പ്ലേറ്റൊക്കെ കണ്ടില്ലേ. ഇനി യെസ്ഡി സ്ക്രാംബ്ലറിൻ്റെ ഇടതുവശത്ത് ആ ഒരു ഗിയർ ലിവർ കൂടി കാണിക്കാം. അതായത് വളരെ കാലികമായിട്ടുള്ള ഗിയർ ലിവറാണ്, ഒരു സിംഗിൾ ഹോണാണ്. ഈ ഹോൺ എന്ന് പറയുന്നത് ഇടതുവശത്താണ്. ഇനി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പഴയ യെസ്ഡിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലെജൻഡറി യെസ്ഡി എന്നുള്ള ആ ഒരു ലെറ്ററിങ് ടാങ്കിലും കാണാം, ടാങ്കിൻ്റെ മുകളിലും കാണാം. കൂടാതെ ഫ്യൂൾ ടാങ്കിൻ്റെ മുകളിലും ആ യെസ്ഡിയുടെ ലോഗോയുണ്ട്. ഇനി റെട്രോ ലുക്കാണ് ഈ ഒരു യെസ്ഡിയുടെ സ്ക്രാംബ്ലറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. ആ ഒരു റെട്രോ ലുക്കിലേക്ക് കുറേ അധികം ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു USB ചാർജിങ് സോക്കറ്റ്, ഇതൊന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ഒരു സാധാ USB, ഒരു സി പോർട്ടും ഉണ്ട്. കൂടാതെ ഈ ഒരു ബട്ടൺസും, കൂടാതെ ഈ ഒരു ഹോണിൻ്റെ ബട്ടണും, ഈ ഒരു ഹാൻഡിൽ ഗ്രിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. കൂടാതെ ഈ വെയിറ്റ് ഒക്കെ കണ്ടില്ലേ. ഇനി ഹാൻഡിലിൽ നമ്മൾ എക്സ്ട്രാ പീസ് പോലെ ഫിറ്റ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ ചില വണ്ടികൾ കണ്ടിട്ടുണ്ട്. അത് ഇൻബിൽഡ് ആയിരുന്നതിനകത്ത് കാണാം. ഇത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. ഇതാണ് ആ ഒരു സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെങ്കിൽ സ്റ്റാർട്ട് ആവില്ല എന്നടക്കം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി ഈ മിററുകളൊക്കെ തന്നെ റെട്രോ ലുക്കാണ്. അപ്പോൾ വിറയ്ക്കുന്നൊന്നുമില്ല, വൈബ്രേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വട്ടം കുറച്ച് കുറവായിട്ട് തോന്നി. അത് ഒത്തിരി കൂടി സൈസ് വേണമായിരുന്നു. ഇനി മീറ്റർ കൺസോളിലേക്ക് വന്നാൽ, അത് മീറ്റർ കൺസോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരൊറ്റ മീറ്ററാണ്. ഇനി ഈ ഒരു കീല് കൂടി യെസ്ഡിയുടെ ലോഗോ കാണാം. ഞാൻ എന്തായാലും ഓൺ ചെയ്യാണ്. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മീറ്റർ കൺസോൾ ഓണാവും തന്നെ ഹായ് എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഡിജിറ്റൽ സ്പീഡോ മീറ്ററാണ്. അതിൻ്റെ ആ ഒരു തറ്റത്തായിട്ട് ആ ഒരു ടാക്കോമീറ്റർ കാണാം. ഇപ്പോൾ അതിനകത്ത് ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, കൂടാതെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്, മോഡുകളുണ്ട്. മോഡ് ഞാൻ മാറ്റി കാണിക്കാം. ഇപ്പോൾ റോഡാണ്, റോഡ് മാറ്റി ഞാൻ റെയിനാക്കി. ആ ഒരു 3 ബ്ലിങ്കോട് കൂടിയാണ് ആ മോഡിലേക്ക് നമ്മൾ മാറുന്നത്. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് ഓഫ് റോഡ് മോഡ് കൂടി ആക്കാം. അപ്പോൾ ഇതെന്താണ് ഈ മോഡെന്ന് വെച്ചാൽ, ഇത് എഞ്ചിൻ്റെ മോഡുകളല്ല, പകരം ഇത് ABSൻ്റെ മോഡുകളാണ്. പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. ട്രിപ്പ് A, B എന്നുള്ളത് കാണാം. കൂടാതെ ഇൻഡിക്കേഷൻസൊക്കെ തന്നെ ഈ ഒരു മീറ്റർ കൺസോളിനകത്താണ്. അപ്പോൾ നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു മീറ്റർ എന്ന് പറയാം. അതായത് എല്ലാം കൂടി ഈ ഒരു റെട്രോ മീറ്ററിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഫോണ്ടുകളൊക്കെ തന്നെ ആ റെട്രോ ലുക്കുള്ള ഫോണ്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു മീറ്റർ കൺസോൾ എന്ന് പറയാം, അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയാം. കൂടാതെ ക്രോം ബോർഡർ കൂടി ഈ മീറ്ററിനുണ്ട്. അപ്പോൾ ഈ കീ വെച്ചിട്ടുള്ള ഭാഗം കൂടി അത്യാവശ്യം എലഗൻ്റാണ്. അതിന് ചുറ്റും കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ട്. ലുക്കിനേക്കാളും പ്രാധാന്യം വർക്കിനാണെന്നല്ലേ. അപ്പോൾ ഈ യെസ്ഡിയുടെ സ്ക്രാംബ്ലർ ഓടിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റൈലിങ്ങിനെ കുറിച്ച് I said enough. അതായത് മാക്സിമം പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പഴയ ലുക്കാണ്, പുതിയ ടെക്നോളജി ഉണ്ടെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ വണ്ടി എടുത്തിട്ടൊന്ന് ഓഫ് റോഡ് അല്ലെങ്കിൽ എന്താ പറയുക റെയിനിലൊക്കെ ഓടിക്കണം എന്നുള്ളായിരുന്നു. അതിനൊരു സാഹചര്യം ഉണ്ടായില്ല എന്നുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ മുന്നത്തേക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ റോഡിൽ ഓടിക്കുന്നതിൻ്റെ ആ ഫണ്ണിനെ കുറിച്ച് പറയാം. ഫണ്ണെന്ന് പറയുമ്പോൾ അതായത് ഒന്ന് മെരുക്കാൻ ഇച്ചിരി പ്രയാസപ്പെടുന്ന ഒരു വണ്ടിയാണ് യെസ്ഡി സ്ക്രാംബ്ലർ. മെരുങ്ങി കിട്ടിയാൽ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങി ഓടിച്ചു കൊണ്ടുപോകുകയും ചെയ്യാം. അതായത് ഒരു ഫ്ലാറ്റ് ടോർക്ക് കർവാണ് ഈ വണ്ടിക്കെന്നാണ് യെസ്ഡി പറയുന്നത്. ആ ഫ്ലാറ്റ് ടോർക്ക് കർവിൻ്റെ കാര്യം അങ്ങ് മാറ്റി നിർത്തിയാൽ ലോ എൻഡ് ഒരു ഇത്തിരി പരിമിതമായിട്ട് തോന്നി. പക്ഷേ മിഡ് റേഞ്ച് കഴിഞ്ഞാൽ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് എടുത്ത് അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ ഗിയറുകൾ ഓടിക്കണം സിറ്റിയിലൊക്കെ. അതായത് ഇപ്പോൾ 4ാമത്തെ ഗിയറിലോ 3ാമത്തെ ഗിയറിലോ ചെറിയ സ്പീഡിൽ ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഓടിക്കാൻ പറ്റും, പക്ഷേ അവരൊന്ന് എഫർട്ട് എടുത്ത് ഓടിക്കേണ്ടി വരും എന്നുള്ളതാണ്. 2 സൈലൻസറുകളുണ്ട്, വാട്ടർ കൂളാണ്, എന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ചൂടിൻ്റെ കാര്യം ഈ കൊടും വേനൽക്കാലത്ത് ഒരു കാര്യമായിട്ട് പറയാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം 40 ഡിഗ്രിക്ക് പുറത്ത് ചൂടുണ്ട് ഇപ്പോൾ നമ്മുടെ റൂട്ടിൽ. അപ്പോൾ ഈ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ നല്ലതും വർക്കിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ആയിട്ട് നന്നായി തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടി എന്നൊക്കെ ഈ ഒരു യെസ്ഡി സ്ക്രാംബ്ലറിനെ പറയാം. 2 വേരിയൻറ്റുകളിൽ സിംഗിൾ ടോൺ ഡുവൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഈ ഒരു സ്ക്രാംബ്ലറിൻ്റെ കൊച്ചിയിലെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2,09,052 രൂപ സിംഗിൾ ടോണും, ഡുവൽ ടോണിന് ഏകദേശം 2,15,052 രൂപയാണ്. അപ്പോൾ എക്സ്ഷോറൂം പ്രൈസിൻ്റെ കൂടെ 50,000 രൂപയോളം ഒക്കെ കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുക. അതായത് 2,50 ആകുമ്പോൾ നമുക്കൊരു ഓണോട് കിട്ടുമെന്ന് അങ്ങ് അനുമാനിക്കാൻ പറ്റും. അപ്പോൾ സ്ക്രാംബ്ലർ ഓടിച്ചു തുടങ്ങിയ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ഒരു ലോ ആൻഡ് ടോർക്ക് ഒരു ഇത്തിരി പരിമിതിയാണ് തോന്നിയത്. പിന്നെ അങ്ങ് വലിച്ചേറി പോകുന്ന ഫീൽഡ് തോന്നി. അപ്പോൾ അത്യാവശ്യം നന്നായി ഇരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല റൈഡിങ് പോസ്റ്ററാണ്, ഹാൻഡിൽ പിടിക്കാനായിട്ട് നല്ല എന്താ പറയുക ഒരു ഫീലുണ്ട്. നമ്മൾ ഒരുപാട് ഓഫ് റോഡ് സ്റ്റണ്ടുകളൊക്കെ ഈ വണ്ടിയുടെ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോർട്ട് വീൽ ബേസ് വെച്ചിട്ട് അത്യാവശ്യം സ്റ്റണ്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അതായത് ഫണ്ണാണ് ഈ വണ്ടിയുടെ കാര്യമായിട്ട് യെസ്ഡി പറയുന്നത്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ സ്പെക്ക് ഒന്നുകൂടി പറയാം. അതായത് 334 cc, 29.10 PS, 28.20 Nm ആണ് ഒരു പവർ ടോർക്ക് ഫിഗറുകൾ. അപ്പോൾ വീൽ ബേസ് എന്ന് പറയുന്നത് ചെറുതാണെന്ന് പറയുമ്പോൾ ഷോർട്ടായിട്ടുള്ള വീൽ ബേസ് ആണെന്ന് പറയുന്നത് തന്നെ വീൽ ബേസിൻ്റെ കാര്യം പറയാം. 1403 mm ആണ് എൻ്റെ വീൽ ബേസ്. അപ്പോൾ സ്പെക്കിലേക്കൊന്നും കാര്യമായിട്ട് നോക്കാതെ നമ്മൾ സാധാരണ ഒരു വണ്ടി വാങ്ങുന്ന ആൾ നോക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓടിക്കാൻ എങ്ങനെ സിറ്റിയിലും അല്ലെങ്കിൽ ഹൈവേയിൽ ഓടിക്കാൻ എങ്ങനെയാണ്. സിറ്റിയിൽ ഓടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് തോന്നി. പക്ഷേ ഹൈവേയിൽ അത്യാവശ്യം നന്നായി തന്നെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ട്. അപ്പോൾ ഷിഫ്റ്റൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഷിഫ്റ്റാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ ബ്രേക്കിങ്ങും നല്ല കോൺഫിഡൻസ് ഒക്കെ തന്നെ ബ്രേക്കാണ്. അതായത് മുന്നിലെ ഡിസ്ക് എന്ന് പറയുന്നത് 320 mm ആണെങ്കിൽ പിന്നിൽ അത് 240 mm ആണ്. അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്.
പിന്നെ 140 പ്രൊഫൈലുള്ള വലിയ ടയറുകൾ പിന്നിലുള്ളതുകൊണ്ടും അത്യാവശ്യം നന്നായി തന്നെ ഓടിക്കാൻ പറ്റുന്നത് പറയാം. അതായത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് ഈ വണ്ടി ഹൈവേയിൽ തരുന്നത്. അപ്പോൾ കൈ കൊടുത്ത് ഓടിക്കാനാണ് ഈ വണ്ടി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ടിൻ എക്സോസിൻ്റെ നോട്ടും രസമുണ്ട് കേൾക്കാനായിട്ട് മെല്ലെ ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് കൈ കൊടുത്ത് ഒരു ലീഗൽ സ്പീഡിലൊക്കെ കയറി ഓടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു സ്ക്രാംബ്ലറിൻ്റെ ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത്. അതായത് മിഡ് റേഞ്ചാണ് ഈ വണ്ടിയുടെ മെയിൻ ഒരു ഏരിയ. ആ ഒരു മിഡ് റേഞ്ച് പിടിച്ച് ഓടിച്ചാൽ മതി, അതാണ് അതിൻ്റെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ SD എന്ന് പറയുന്നത് ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് വന്ന ഒരു ലെജൻഡാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിലയ്ക്ക് എനിക്ക് ഈ വണ്ടി അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല രസമുണ്ട്, ഓടിക്കാനും അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ട് SD കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓടിക്കാൻ രസമുള്ള റെട്രോ ലുക്കുള്ള ഓഫ് റോഡ് മോഡുകളുള്ള ഒരു വണ്ടിയാണ് Yezdi സ്ക്രാംബ്ലർ. അത്ര പറഞ്ഞത് പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് തന്നെ കരുതുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് നമ്മൾ എന്തായാലും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും നന്ദി, നമസ്കാരം.